ഫിഫ ക്ലബ്ബ് ലോകകപ്പിലെ സുപ്രധാന മത്സരത്തിൽ ലയണൽ മെസ്സി തിളങ്ങിയപ്പോൾ ഇന്റർ മയാമി സ്വന്തമാക്കിയത് തകർപ്പൻ ജയമാണ്. FC പോർട്ടോക്കെതിരെ നടന്ന മത്സരത്തിൽ 1-2 ഗോളുകൾക്കാണ് ഇന്റർ മയാമി വിജയിച്ചത്. കിടിലൻ ഫ്രീ കിക്കിൽ നിന്നായിരുന്നു ലയണൽ മെസ്സി വല കുലുക്കിയത്. ഇന്റർ മയാമിക്കായി ലയണൽ മെസ്സി നേടുന്ന 50ാമത്തെ ഗോളായിരുന്നു ഇത്. ഇതോടെ ഈ നേട്ടം കൈവരിക്കുന്ന ആദ്യ താരമെന്ന റെക്കോർഡും മെസ്സി സ്വന്തമാക്കി. വെറും 61 മത്സരങ്ങളിൽ നിന്നാണ് മെസ്സി ഇന്റർ മയാമിക്ക് വേണ്ടി 50 ഗോളുകൾ നേടിയിരിക്കുന്നത് എന്നതാണ് ശ്രദ്ധേയം. അറ്റ്ലാന്റയിലെ മെഴ്സിഡസ് ബെൻസ് സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ ആദ്യം ഗോൾ നേടിയത് FC പോർട്ടോ ആയിരുന്നു. പെനാൽറ്റിയിൽ നിന്ന് സമു അഗഹെവോയാണ് പോർട്ടോക്കായി ഗോൾ നേടിയത്. 8ാം മിനിറ്റിലായിരുന്നു ഗോൾ പിറന്നത്. 47ാം മിനിറ്റിൽ വെനസ്വേല താരം ടെലസ്ക സെഗോവിയ ഇന്റർ മയാമിക്കായി സമനില ഗോൾ നേടി. 54ാം മിനിറ്റിലാണ് ലയണൽ മെസ്സി മാജിക്കിലൂടെ ഇന്റർ മയാമി മുന്നിലെത്തിയത്. ബോക്സിന് തൊട്ട് പുറത്തുനിന്ന് ലഭിച്ച ഫ്രീ കിക്ക് ഗോൾ കീപ്പറുടെ ഇടതുവശത്ത് കൂടി മനോഹരമായി മെസ്സി വലയിലെത്തിക്കുകയായിരുന്നു. ഇതോടെ 2-1 മുന്നിലെത്തിയ ഇന്റർ മയാമി ഈ ഗോൾ ലീഡ് നിലനിർത്തി മത്സരം പൂർത്തിയാക്കുകയും ചെയ്തു. യൂറോപ്പിലെ പ്രശസ്തമായ ക്ലബ്ബുകളിൽ ഒന്നിനെയാണ് മെസ്സിയുടെ കരുത്തിൽ ഇന്റർ മയാമി പരാജയപ്പെടുത്തിയത്. 1893 സ്ഥാപിതമായ പോർട്ടോ 30 തവണ പോർച്ചുഗീസ് ലീഗ് കപ്പ്, 2 തവണ UEFA ചാമ്പ്യൻസ് ലീഗ്, 2 തവണ യൂറോപ്പ ലീഗ് തുടങ്ങിയ കിരീടങ്ങൾ സ്വന്തമാക്കിയ ടീമാണ്. ടൂർണമെന്റിലെ ആദ്യ മത്സരത്തിൽ ഈജിപ്ഷ്യൻ ക്ലബ്ബായ അൽ അഹ്ലിക്കെതിരെ ആരാധകരെ നിരാശപ്പെടുത്തുന്ന പ്രകടനമായിരുന്നു ഇന്റർ മയാമി നടത്തിയത്. കിടിലൻ ജയം പ്രതീക്ഷിച്ചിറങ്ങിയ മത്സരത്തിൽ ഗോൾ രഹിത സമനില കൊണ്ട് ടീമിന് തൃപ്തിപ്പെടേണ്ടി വന്നിരുന്നു. പോർട്ടോക്കെതിരായ വിജയത്തോടെ 2 മത്സരങ്ങളിൽ നിന്ന് 4 പോയിന്റ് നേടിയ ഇന്റർ മയാമി ഗ്രൂപ്പ് എയിലെ പോയിന്റ് പട്ടികയിൽ 2ാം സ്ഥാനത്താണ്. 4 പോയിന്റ് തന്നെയുള്ള പാൽമിറസ് ആണ് 1ാമത്. ഗ്രൂപ്പ് ഘട്ടത്തിൽ ഇനി ഒരു മത്സരം കൂടിയാണ് ഇന്റർ മയാമിക്ക് കളിക്കാനുള്ളത്. ഈ മാസം 24 നടക്കാനിരിക്കുന്ന മത്സരത്തിൽ പാൽമിറസ് ആണ് എതിരാളികൾ. 2023 സമ്മർ ട്രാൻസ്ഫർ ജാലകത്തിലായിരുന്നു ലയണൽ മെസ്സി ഇന്റർ മയാമിയിലേക്ക് എത്തിയത്. PSG-യിൽ നിന്നായിരുന്നു മെസ്സിയുടെ വരവ്. 2.5 വർഷത്തെ കരാറാണ് ഡേവിഡ് ബെക്കാമിന്റെ സഹ ഉടമസ്ഥതയിലുള്ള ക്ലബ്ബുമായി ലയണൽ മെസ്സി ഒപ്പുവെച്ചത്. മെസ്സി എത്തിയതിനു ശേഷം ഇന്റർ മയാമിയുടെ തലവര മാറി. 2023 ലീഗ്സ് കപ്പിൽ അവർ മുത്തമിട്ടു. ഇന്റർ മയാമി ക്ലബ്ബ് പിറവിയെടുത്തതിനു ശേഷം നേടുന്ന ആദ്യ കിരീടമായിരുന്നു ഇത്. ഇന്റർ മയാമിയിൽ തന്റെ കിടിലൻ പ്രകടനം തുടർന്ന മെസ്സി 2024 സപ്പോർട്ടേഴ്സ് ഷീൽഡ് കിരീടത്തിലേക്കും ടീമിനെ നയിച്ചു. മെസ്സിയുടെ വരവിന് ശേഷം മേജർ ലീഗ് സോക്കറിലെ ഏറ്റവും മികച്ച ടീമുകളിൽ ഒന്നായി ഇന്റർ മയാമി മാറുകയും ചെയ്തു. ഈ സീസണിൽ ഇന്റർ മയാമിക്കായി 22 മത്സരങ്ങൾ കളിച്ച അർജന്റീൻ താരം 16 ഗോളുകളും 6 അസിസ്റ്റുകളും സ്വന്തമാക്കിയിട്ടുണ്ട്. അമേരിക്കൻ ക്ലബിനായി ആകെ 61 മത്സരങ്ങൾ കളിച്ചിട്ടുള്ള ലിയോ 50 ഗോളുകളും 24 അസിസ്റ്റുകളുമാണ് നേടിയിട്ടുള്ളത്. ഈ വർഷം ഡിസംബറിൽ മെസ്സിയുമായുള്ള ഇന്റർ മയാമിയുടെ കരാർ അവസാനിക്കാനിരിക്കുകയാണ്. താരവുമായി പുതിയ കരാർ ഒപ്പുവെക്കാൻ ഇന്റർ മയാമി എല്ലാവിധ ശ്രമങ്ങളും നടത്തുന്നുണ്ടെന്നാണ് റിപ്പോർട്ട്. അടുത്ത വർഷം പുതിയ സ്റ്റേഡിയം തുറക്കുന്നതിനുള്ള നീക്കങ്ങളാണ് ഇന്റർ മയാമി നടത്തുന്നത്. ഈ സ്റ്റേഡിയം മെസ്സി ഉദ്ഘാടനം ചെയ്യണമെന്നും അദ്ദേഹം വിരമിക്കുന്നത് ഇന്റർ മയാമിയിലായിരിക്കണമെന്നും ആഗ്രഹം വെളിപ്പെടുത്തി ക്ലബ്ബ് സഹ ഉടമ ജോർജ് മാസ് രംഗത്തെത്തിയിരുന്നു. സമയം മലയാളം വാർത്തകൾ ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും. ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ. വാർത്തകൾ ആസ്വദിക്കാം. എല്ലാം ഇനി സമയത്തിൽ.